السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ദുആയെ സംബന്ധിച്ചാണ്. തൻ്റെ പോറ്റി വളർത്തുന്ന ഖാലിക്കായ ഉടമസ്ഥനായ യജമാനനോട് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ ചോദിക്കണം, എന്തെല്ലാമാണ്, ആരോടൊക്കെയാണ് ചോദിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ ഖാലിക്കായ റബ്ബിൻ്റെ മുമ്പിൽ മാത്രമേ നമ്മുടെ പരാതികളും പരിഭവങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പറയാവൂ. അവന് മാത്രമാണ് നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കാനും വീട്ടിത്തരാനും കഴിയുക. കാരണം ഇതുപോലെ നമ്മുടെ ശരീരം നിയന്ത്രിക്കുന്നത് ആരുടെ കയ്യിലാണോ അവനാണ് നമ്മളെ ഉടമസ്ഥനും ഖാലിക്കും. അവനോടാണ് നമ്മൾ പരാതി പറയേണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദുആഉ ഹുവൽ ഇബാദ, അടിമ യജമാനന് ചെയ്യുന്ന ഇബാദത്ത് അതാണ് ദുആ. അതുകൊണ്ട് ദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാനാണ് ഉത്തരം നൽകുന്നവൻ. വേറൊരു മഖ്ലൂക്കിനും കഴിയില്ല ഉത്തരം നൽകാൻ. 2-3 കാര്യങ്ങൾ നാം ചിന്തിക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് രക്ഷ ഉണ്ടാവും. 1, അവൻ ആരുടെ നിയന്ത്രണത്തിലാണ്? അത് മനസ്സിലാക്കണം. അവൻ ആരുടെ നിയന്ത്രണത്തിലാണ്? ഞാൻ എൻ്റെ യജമാനായ ഖാലിക്കായ ഉടമസ്ഥൻ്റെ നിയന്ത്രണത്തിലാണ്. കാരണം ഞാൻ എൻ്റെ വികാരങ്ങൾക്കനുസരിച്ച് കൊണ്ടാണെങ്കിൽ എനിക്ക് രോഗം ഉണ്ടാവരുത്, കണ്ണെത്തിനോടത്തേക്ക് കാലെത്തണം, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാലം ജീവിക്കണം, ഞാനൊരു യുവാവാകണം, ഇങ്ങനെയുള്ള അഭിലാഷങ്ങളുടെ കോട്ടകളായിരിക്കും ഒരു മനുഷ്യന്. കാര്യം നടക്കൂല. ആരാണ്? എന്തുകൊണ്ട് നടക്കുന്നില്ല? ഖാലിക്കായ ഉടമസ്ഥനായ റബ്ബ് ഇതിനുണ്ട്. ഉണ്ടോ? ഇനി എൻ്റെ വിചാരത്തിനനുസരിച്ച് ഇതൊക്കെ ഇങ്ങനെ കറുത്ത് നിൽക്കണമെന്നാ നിൽക്കുമല്ല. എൻ്റെ വിചാരം ഞാൻ യുവാവാകണം, നടക്കുമല്ല. എൻ്റെ വിചാരം ഒരു കണ്ണട ഉപയോഗിക്കരുത്, നടക്കുമോ? ഇല്ല. വഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. ലോകത്തുള്ള പുല്ല് പുഷ്പം മണൽത്തരി ഉൾക്കൊള്ളുന്ന ഉപഗ്രഹങ്ങൾ അടക്കമുള്ള സകല വസ്തുക്കളെയും അല്ലാഹു തആല സൃഷ്ടിക്കുകയും ആ സൃഷ്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക മാർഗ്ഗനിർദ്ദേശം നൽകുകയും ചെയ്തു. അതനുസരിച്ച് കൊണ്ട് മാത്രമാണ് ഈ ലോകത്ത് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അവനാണ് നിയന്ത്രിക്കുന്നത്, അവനോടാണ് പരാതി പറയേണ്ടത്. 2-മത്തെ കാര്യം, എൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ ലക്ഷ്യം എന്താണ് എന്ന്. ഞാനിവിടെ വന്നു വെറും ഭക്ഷണം കഴിക്കുക, മലമൂത്ര വിസർജനം ചെയ്യുക, സുഖിക്കുക, ഭുജിക്കുക, അതുപോലെ ആഡംബരത്തിൽ ഉല്ലസിച്ച് ജീവിക്കലാണോ എൻ്റെ ലക്ഷ്യമെന്ന് കൂടെ ചിന്തിക്കുക എന്നുള്ളതാണ്. 3-മത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? പ്രത്യേകമായി ചിന്തിക്കേണ്ടതാണ്. ഇത്രയും കാലം ഞാൻ ജീവിച്ചു, നാളേക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം സമ്പാദിച്ചു? ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടായിരിക്കുമോ? അതിൽ ലോകമാന്യമുണ്ടോ, അഥവാ റിയാ ഉണ്ടോ? വേറെ ആൾക്കാർക്കും വേണ്ടിയാണോ? പ്രശസ്തിക്ക് വേണ്ടിയാണോ? എന്തിനൊക്കെ ഞാൻ പ്രവർത്തിച്ചു? എൻ്റെ ഈ ഊർജം ഞാൻ എന്തിന് ചെലവ് ചെയ്തു എന്ന് ചിന്തിക്കുക. 4-മത്തെ കാര്യം, എൻ്റെ ഉദ്ദേശം പോലെ എൻ്റെ ശരീരം, എൻ്റെ സമ്പത്ത്, ഈ കാണുന്ന പ്രകൃതി എനിക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ടോ? ആഴത്തിൽ ചിന്തിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവും. 5-മത്തെ കാര്യം, ഞാനിവിടെ വന്നു, ഞാൻ എങ്ങോട്ട് പോകും? ഈ ലോകത്തൊരുപാട് ജനങ്ങൾ വന്നു, ഒരു നൂറ്റാണ്ടിൽ ഒരു വിഭാഗം ഇവിടെ വന്നു, അതേപോലെ മറഞ്ഞു. പിന്നെ ഈ വിഭാഗം വരുന്നു, എങ്ങോട്ടാ പോകുന്നു? ഇതിന് വ്യക്തമായൊരു ശാസ്ത്രത്തിനോ ഒരു ഗവേഷണ നിരീക്ഷണത്തിനോ കഴിയുന്നതല്ല പറയാൻ. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതായിരുന്നു, അദ്ദുന്യാ ദാറുൽ ബലാ, ദുന്യാവ് ബലാഇൻ്റെ പരീക്ഷണങ്ങളുടെ വീടാണ്. വല്ലാഖിറത്തു ദാറുൽ ജസാ, ആഖിറം പ്രതിഫലത്തിൻ്റെ വീടാണ്. ദുന്യാ മസ്റാത്തുൽ ആഖിറ, ദുന്യാവ് ആഖിറത്തിലേക്കുള്ളൊരു കൃഷിയിടമാണ്. ഒരുപാട് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടും. ഏറ്റവും കൂടുതൽ പരീക്ഷിച്ച വിഭാഗം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെയാണ്. പ്രവാചകന്മാർ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാൻ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരൊക്കെ നോക്കി നിങ്ങൾ കടുത്ത പരീക്ഷണത്തിൻ്റെ പടുകുഴിയിൽ അഴുത്തപ്പെട്ടവരാണ്. അതിൽ നിന്നൊക്കെ അവർ തൻ്റെ റബ്ബ് ഖാലിക്കായ റബ്ബിനോട് ചോദിച്ചു. പിന്നീട് അവർക്ക് എന്തായി? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പ്രതിഫലം നൽകി. അല്ലേ? അങ്ങനെ കടുത്ത പരീക്ഷണങ്ങൾ. ഇന്നാ ജഅൽനാ മഅൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. തീർച്ചയായും
തീർച്ചയായും ഈ ഭൂമിയുടെ മുകൾ പരപ്പിലുള്ളത് നാം ഒരു ആഡംബരമാക്കി, ഒരു ജീനത്താക്കി, ഭംഗിയുള്ളതാക്കി. എന്തിനു വേണ്ടി? ആരും കണ്ടാൽ ആകർഷിക്കും. ആർക്കും ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹമുണ്ടാകില്ല. എല്ലാവരും ആകർഷിക്കും. എന്തിനു വേണ്ടി? ലിനബ്ലുവഹും, അവരെ പരീക്ഷിക്കാൻ വേണ്ടി. അയ്യുഹും അഹ്സനു അമല, ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നവനാരാ, ഏറ്റവും നന്നായി റബ്ബിലേക്ക് അടുക്കുന്നവനാരാ, എന്നോട് ചോദിക്കുന്നവനാരാ, എൻ്റെ കാര്യത്തിൽ എന്നോട് വിഷയങ്ങളും പരാതികളും പരിഭവങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആര് എന്നോട് പറയുന്നു എന്ന് നോക്കാൻ പറ്റും. ജീവിതത്തിൽ ആസ്വദിച്ച് ആഡംബര ജീവിതത്തിൽ ആറാടി ഇവിടുന്ന് അങ്ങോട്ട് പിരിഞ്ഞു പോയാൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയോട് ഖുറൈശിക്കാർ ചെന്ന് ചോദിച്ചു, അല്ല, നിങ്ങളുടെ അടുക്കൽ മൂസ നബി അലൈഹി സ്വലാം എന്തൊക്കെ കൊണ്ടാ വന്നത് എന്ന് ചോദിച്ചു. മുഅ്ജിസത്തിനെ സംബന്ധിച്ചാണ് പറയണത്. അപ്പോൾ യഹൂദികൾ പറഞ്ഞു, ഞങ്ങളുടെ മൂസ നബി അലൈഹി സ്വലാം ഒരു വടിയുമായി വന്നു. ആ വടി നേരെ താഴെയിട്ടാൽ അത് പാമ്പാവും, എടുത്താൽ അത് സാധാ വടിയാവുന്നു. ഈ വടി കൊണ്ടാണ് ലോകം അടക്കി വരിച്ച ഫറോവ അന റബ്ബുക്കുമുല്ലായ, ഞാനാണ് മീതയായ റബ്ബ് എന്ന് പറഞ്ഞ ആ രാജാവിനെയും ആ കാപാലികനെയും അവൻ്റെ പട്ടാളക്കാരെയും അവൻ്റെ അംഗരക്ഷകരെയും എല്ലാം നേരിട്ട് പരാജയപ്പെടുത്തിയത് ഈ ഒരു വടി മാത്രമാണ്. സമുദ്രത്തെ പിളർത്തിയ വടിയും അതുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാം ഞങ്ങളെ സമീപിച്ചത്. സ്വറാക്കളുടെ അടുക്കൽ ചെന്നു ഖുറൈശികൾ, നിങ്ങളുടെ പ്രവാചകൻ എന്തുമായി കൊണ്ടാവുന്നത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകൻ ഉബിനിഹുൽ അക്മഹ വൽ അബ്റസ വഹയിൽ മൗതാബി ഇതിനില്ല. ഖുർആൻ ആയത്തുണ്ട്. വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം പോലത്തെ മാറാവ്യാധി രോഗങ്ങളൊക്കെ അദ്ദേഹം സുഖപ്പെടുത്തി കൊടുത്തിരുന്നു. വൈദ്യശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല യാത്രയാക്കിയത്. സാഹിര്യങ്ങളുടെ കാലഘട്ടത്തിൽ ഒമ്പിൽ കൊള്ളുന്ന കാലഘട്ടത്തിലാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല ആക്കിയത്. സാഹിത്യത്തിൻ്റെ ഉടുമുടിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു തആല യാത്രയാക്കിയത്. അപ്പം അവർ പറഞ്ഞു, വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം പോലത്തിനൊക്കെ സുഖപ്പെടുത്തി കൊടുക്കുന്നു, തന്നെയല്ല മരിച്ച മനുഷ്യന് ഹയാത്താക്കി കൊടുക്കുന്നു, ഇതിനില്ല അള്ളാഹിൻ്റെ അനുമതിയോടെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ എണീക്കുന്നു. അതൊക്കെ ഞാൻ കിട്ടിയത് നിങ്ങൾ മുഹമ്മദോ? അപ്പോൾ ഖുറൈശിക്കാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ് നബിയെ, ഈ കാണുന്ന സ്വഫാ പർവ്വതം ഞങ്ങൾക്ക് സ്വർണമാക്കി തരണം. ഈ കാണുന്ന സ്വഫാ പർവ്വതം ഞങ്ങൾക്ക് സ്വർണമാക്കി തരണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് അങ്ങ് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കൈ ഉയർത്തി ചോദിച്ചു. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ളൊരു മറുപടി ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഓതിക്കേൾപ്പിക്കുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. ഈ കാണുന്ന സ്വഫാ പർവ്വതം സ്വർണമാക്കി തരുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈർ എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. ഈ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ രാത്രിയും പകലും മാറി മാറി വരുന്ന അവസ്ഥയിലും പ്രതിഭാസത്തിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അവർ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ്, അള്ളാഹ്ക്ക് നിസ്കരിക്കുന്നവരാണ്. അവർ പറയും, നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ല, നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണേ അല്ല എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അപ്പോൾ പ്രാർത്ഥനയാണ് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായത്. അത് തന്നെയാണ് ഇബാദത്ത്. രണ്ട് നിലക്കുള്ള പ്രാർത്ഥന ഇബാദത്തിൽപ്പെടും എന്നുള്ളതാണ്. ഒന്നാമത്തത് ഫയസ്അലുല്ലാഹു തആല മാ യൻഫഉഹു ഫിദ്ദുനിയ വൽ ആഖിറ വയദ്ഫഉ മാ യദുറുഹു ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിലുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ആഖിറത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിത്തരാൻ തൻ്റെ രാജാവായ രാജാധികാരനായ തൻ്റെ റഹ്മാനായ റബ്ബിനോട് ചോദിക്കലാണ്. മറ്റൊന്ന്, എല്ലാ ഇബാദത്തുകളും എന്താണ്? ദുആയാണ്. അപ്പം നമ്മളുടെ പരാതികളും പ്രശ്നങ്ങളും
ഒക്കെ വെക്കേണ്ടത് ആരുടെ മുമ്പിലാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ മുമ്പിലാണ്. വേറെ ഒരാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ മഹ്ലൂക്കാണ്. കണ്ടോ നിങ്ങൾ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം. അദ്ദേഹം പറയാം, കുന്തു ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽഫിലായിരിക്കെ, ഞാൻ അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കെ, നബിയുടെ പുറകിലായിരിക്കെ. ഒക്കാല, അപ്പോൾ നബി പറഞ്ഞു, യാ ഉലാം, ഓ കുഞ്ഞെ, ഓ മോനെ, ഓ കുട്ടി, ഇഹ്ഫദില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇഹ്ഫദില്ലാ, ഈ ലോകത്ത് ഒരുപാട് ആഡംബരത്തിൽ ആറാടുന്ന ജനങ്ങളെ നിനക്ക് കാണാം, ഒരുപാട് പ്രശ്നങ്ങൾ നിനക്ക് കാണാം. നിന്റെ ശരീരത്തിനെ പിടിച്ചു വലിക്കുന്ന, ആഗ്രഹിക്കുന്ന, നിന്റെ ശരീരത്തെ, നിന്റെ ഹൃദയത്തെ കവർന്നെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിനക്ക് കാണാം, നിനക്ക് ആസ്വദിക്കാം. പക്ഷേ ഇഹ്ഫദില്ലാ, അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക എങ്കിൽ യഹ്ഫദുക, അള്ളാഹ് നിന്നെ സൂക്ഷിക്കും. വഹ്ഫദില്ലാ, അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക എങ്കിൽ തജിദുഹു തജാഹക, നിനക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാം. നീ എവിടേക്ക് നിന്റെ ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയൊക്കെ നീ അള്ളാഹുവിൻ്റെ ഒരു സാന്നിധ്യം, അള്ളാഹുവിൻ്റെ ഒരു പരമസഹായം തീർച്ചയായും നിനക്കുണ്ടാകുമെന്ന് പറയുന്നു. എന്നിട്ട് പറയാണ്, വൈദാ സഅൽത, നീ വല്ലപ്പോഴും ചോദിച്ചാൽ, എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, ഫസ്അലില്ലാ, അള്ളാഹുവിനോട് ചോദിച്ചോ, ഖാലിഖായ നിന്റെ ഉടമസ്ഥനായ റബ്ബിനോട് ചോദിച്ചോ. വയസ്താൻ തവസ്താൻ ബില്ലാ, നിനക്ക് വലിയ സഹായം കിട്ടണമെങ്കിലേ അതും അള്ളാഹിനോട് ചോദിച്ചോ. അത് നമ്മൾക്ക് കുട്ടിയെ സൃഷ്ടികളിൽ നിന്ന് കിട്ടേണ്ട കാര്യമാണ്. സൃഷ്ടികളിൽ നിന്ന് നമ്മൾക്ക് കിട്ടേണ്ട കാര്യമാണെങ്കിലും അള്ളാഹിനോട് പറയാം. അള്ളാഹിനോട് പറഞ്ഞാൽ ആ കാര്യം നിറവേറ്റി തരാനുള്ള സബീല്, മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഒരുക്കി തരും. അവിടെയാണ് വിഷയം കിടക്കുന്നത്. ഞാൻ ചെന്ന് എങ്ങനെയാണ് വേണ്ട പഠിച്ചോലെ, 500 റുപ്യ കൊണ്ട, അല്ലെങ്കിൽ 1000 റുപ്യ കൊണ്ട, 16 റുപ്യ കൊണ്ട എന്നെങ്ങനെ പറയാം? അല്ല, അള്ളാഹു എനിക്ക് എന്നി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്, അത് നീ നിറവേറ്റി തരുന്നത്. ഈ നീ വിചാരിച്ച കാര്യം എന്തോ ആകട്ടെ, നീ അറിയാതെ നിന്നിലേക്ക് എത്തും. അതല്ലേ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കും പോലെ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയാൽ അള്ളാഹു തആല ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞത്. പക്ഷികൾക്ക് നാളെ സമ്പാദിക്കുന്ന വിഷയമല്ല. അവർ കൂട്ടിൽ പോയി ഉറങ്ങി, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ചില്ലിൽ അവിടെ ചേക്കിരുന്ന് രാത്രി സുഖമായി ഉറങ്ങി, രാവിലെ എഴുന്നേറ്റ് പോയി. ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. ഇതേപോലെ കൊടുക്കുമെന്നല്ലേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഈ അയലം നീ അറിയാൻ ഉമ്മത്തല വിജിത്തമാഴത്ത്, സമുദായം, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും നിലകൂട്ടുക. ലോകത്തുള്ള ജിന്നീൻസ് മുഴുവനും ഒരുമിച്ച് കൂട്ടിയെന്തിന്? അലായം ഫഅക ബിശൈഇൻ, ഒരു വസ്തു കൊണ്ട് നിനക്ക് ഉപകാരം ചെയ്യുന്നതിൻ്റെ മേലിൽ, ലൻ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബഹു അല്ലാഹു ലക, അള്ളാഹു തആല നിനക്ക് രേഖപ്പെടുത്തിയത് കൊണ്ടല്ലാതെ ഒരു കാര്യം കൊണ്ടും അവർക്ക് നിനക്കൊരു ഉപകാരം ചെയ്യാൻ കഴിയില്ല. ലോകത്തുള്ള മനുഷ്യന്മാരൊക്കെ പാടെ കൂടിയിട്ട് നിനക്കൊരു ഉപകാരം ചെയ്യാൻ അവർ ഉദ്ദേശിച്ചാൽ തന്നെ അന്ന് അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, രേഖപ്പെടുത്തിയില്ല, നിനക്കത് ഒരിക്കലും കഴിയില്ല. വനിജിത്ത് മഴൂ അലായ നേരെ കാര്യം മറിച്ചു. ഒരു കാര്യം കൊണ്ട് നിനക്ക് നിന്നെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി, നിന്നെ പ്രശ്നത്തിലാക്കാൻ വേണ്ടി ലോകത്തുള്ള മഹ്ലൂക്കികൾ മുഴുവനും ഒരുമിച്ച് കൂടി ലം യദുറുക, മോനെ നിന്നെ ബുദ്ധിമുട്ടാക്കാൻ അവർക്ക് സാധ്യമല്ല. ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബഹു അല്ലാഹു അലൈക, നിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചാലല്ലാതെ പിന്നെ എന്തിനാ നമ്മൾ പഠിക്കുന്നു? എന്നിട്ട് പറഞ്ഞാൽ എന്താണ്? ജഫത്തുൽ അഖ്ലാം വ തവിയത്തുസ് സുഹഫ്, കലമ് ലോഹൽ മഹ്ഫൂദിൽ നിന്ന് ഉയർത്തി. ഇത്ര മാത്രം എഴുതിയിട്ട് ലോഹൽ മഹ്ഫൂദിൽ നിന്ന് കലം ഉയർത്തി, വേറൊന്നും എഴുതിയില്ല. ഇതാ പറഞ്ഞതിൻ്റെ പൊരുള്. അപ്പോൾ എല്ലാം അള്ളാഹുവിലേക്ക് തവക്കുലാക്കുകയാണെങ്കിൽ ആ മനുഷ്യന് ഈ ദുന്യാവിൽ ഒരു ഭയവുമില്ല. അവൻ അറിയാതെ അവൻ്റെ കാര്യങ്ങൾ നിറവേറ്റുന്നത്. ഇന്ന ഫിസ്വബരി, തീർച്ചയായും ക്ഷമയിലുണ്ട്. അലാമാ തക്റഹു ഖൈറൻ കസീറ, അലാമാ തക്റഹു, അവൻ വെറുക്കുന്നതിൻ്റെ മേലിൽ ഖൈറൻ കസീറ, ഒരുപാട് ഖൈറുണ്ട്. ക്ഷമിക്കുക അല്ലേ? വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി, കേട്ടല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിലക്കുള്ള പരീക്ഷണങ്ങൾ കൊണ്ടുവരും. നിലക്ക് ക്ഷമിച്ചാൽ ആ ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കും കൈയില്ലാത്ത പ്രതിഫലം നൽകും. ഇന്നമാ യുവഫസ് സ്വാബിറൂന ബിഗൈരി ഹിസാബ്, അല്ലേ? ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് ഖൈറുകൾ തരും. വഅന്ന അൻ-നസ്റ മഅ അസ്-സബ്രി,
തീർച്ചയായും ക്ഷമയോടുകൂടെ നിസ്റുണ്ട്. അന്ന നസ്ര തീർച്ചയായും സഹായം മാസ്വബരി ക്ഷമയോടുകൂടെയാണ്. ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താവും സഹായം ഉണ്ടാവും. അന്നൽ ഫറജ തീർച്ചയായും സന്തോഷം, ശാന്തി, സമാധാനം മാൽ കർബി മനോഭാവത്തോടുകൂടെ സങ്കടത്തോടുകൂടെ ഉണ്ടാവും. അന്നമാൽ ഉസ്രി യുസ്ര തീർച്ചയായും പ്രയാസത്തോടുകൂടെ എളുപ്പമുണ്ടാവും. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ ഫൽയസ്തജീബു ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രശ്നങ്ങളെ സംബന്ധിച്ച്, പരാതികളെ സംബന്ധിച്ച്, ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് അതിനുള്ളൊരു പരിഹാരമായി കൊണ്ട് നബിയെ തങ്ങളുടെ അടുക്കൽ തൻ്റെ അടിമ വന്ന് ചോദിച്ചാൽ തങ്ങൾ പറഞ്ഞോളണം, ഫഇന്നി ഖരീബുൻ തീർച്ചയായും ഞാൻ അടുത്തവനാണ്, ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ ഒരുത്തൻ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് ഞാൻ ഉത്തരം നൽകും. ഞാൻ അവനോട് അടുത്തവരാണ്. ഫല്യസ്തജീബൂ ലീ അതുകൊണ്ട് അവൻ എന്നോട് ചോദിച്ചോട്ടെ. വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ അവൻ യോഗ്യനും മുർഷിദുമാകാൻ അവൻ എന്നെ കൊണ്ട് വിശ്വസിക്കട്ടെ, എന്നോട് ചോദിക്കട്ടെ, എന്നിലേക്ക് കാര്യങ്ങളൊക്കെ അർപ്പിക്കട്ടെ. കാര്യങ്ങൾ ഞാൻ ദൈനംദിന ജീവിതത്തിൽ എളുപ്പമാക്കും. ഉണ്ടല്ലേ? അള്ളാഹ് എൻ്റെ പ്രിയമുള്ള മോഹിനികളെ, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ അള്ളാഹുവിനോട് ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന 3 പ്രാവശ്യം ചോദിച്ചു. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ പടച്ചോനെ നരകത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ 3 പ്രാവശ്യം അതും പറഞ്ഞാലേ സ്വർഗം പറയും. അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന പടച്ചോനെ അവൻ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. നരകം പറയും അല്ലാഹുമ്മ അജ്ർഹു മിനന്നാർ നരകത്തിൽ നിന്ന് അവനെ നീ രക്ഷപ്പെടുത്തണേ. അപ്പം ഇത്രയും എല്ലാം നമ്മളെടുത്തിട്ട് സുഹൃത്തുക്കളെ നമ്മളിത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പാഴുന്നീ ഓടുന്ന നട്ടോട്ട് മൂടുന്ന ആളുകൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. അവിടെ മജ്‌ലിസ്ക്ക് ഇവിടെ മജ്‌ലിസ്ക്ക് പറഞ്ഞ് ഈ നട്ടോട്ട് ഓടുന്ന ആളുകളുണ്ടല്ലോ, ഇവരൊക്കെ ഓടുന്നൊരു പ്രശ്നങ്ങളെ കൊണ്ടാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുക എന്നറിയില്ല. അവിടെ ചെന്നാലേ എൻ്റെ ശരിയാവുള്ളൂ, ഇവിടെ ചെന്നാലേ എൻ്റെ ശരിയാവുള്ളൂ. ഇവൻ ഒരിക്കലും ഇവൻ്റെ കാര്യങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ ദൃഢനിശ്ചയത്തോടു കൂടെ അവതരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പരിഹാരം നൽകും. അല്ലല്ല പറഞ്ഞു എന്നോട് ചോദിച്ചോ, നീ അങ്ങോട്ട് പോകണ്ട അല്ലേ? നമ്മൾ ഉറങ്ങാൻ കിടക്കും അല്ലേ? സ്വർഗം നമ്മൾക്ക് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്യാം. നമ്മൾ ഇന്ന് ജനിച്ച ഒരു കുഞ്ഞിനെ പോലെയാകും ആ ഉറക്കത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു പ്രാർത്ഥന ഉണ്ട്. അറിയോ നിങ്ങൾക്ക്? അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് വഫവ്വദ്തു അംരി ഇലൈക് വഅൽജഅ്തു ളഹ്രി ഇലൈക് റഗ്ബതൻ വറഹബതൻ ഇലൈക് ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. ഈ ദുആ ഉറങ്ങുന്ന സമയത്ത്, കിടക്കുന്ന സമയത്ത് ചൊല്ലിക്കിടന്നാൽ സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ ഫിത്രത്തിൻ്റെ മേൽ എന്ന് പറഞ്ഞു ഇന്ന് ജനിച്ച ഒരു കുട്ടി അതേപോലെയാണ് മരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വദ്തു അംരി ഇലൈക وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجا منك إلا إليك آمنت بكتابك الذي أنزلت وبنبيك الذي أرسلت. അല്ലാഹുമ്മ തമ്പുരാനെ, എൻ്റെ ശരീരം ഞാൻ നിന്നെ ഏൽപ്പിച്ചു, എൻ്റെ മുഖം എൻ്റെ പാർശ്വം ഞാൻ നിന്നിലേക്ക് തിരിച്ചു. വഫവ്വദ്തു അംരി ഇലൈക എൻ്റെ കാര്യങ്ങൾ മുഴുവനും ഞാൻ നിന്നെ ഏൽപ്പിച്ചു. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിന്നിലാണ് അഭയം, നിന്നിലേക്കാണ് അഭയകേന്ദ്രം, അഭയം രക്ഷ നിന്റെ അടുക്കലാണ്. അത് ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. റഹബത്തം വറഹബ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഞാൻ ഭയപ്പെട്ടുകൊണ്ട്, നിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്, നിന്റെ അദാബിനെ ഭയപ്പെട്ടുകൊണ്ട്, നിന്റെ കൂലിയെ ആഗ്രഹിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബേ ഞാൻ നിന്നിലേക്ക് ചോദിക്കുന്നു. അങ്ങനെയല്ലേ? ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ഒരു അഭയസ്ഥാനം, ഒരു അഭയകേന്ദ്രം നിന്റെ അടുക്കലല്ലാതെ നിന്നില്ലാതെ ഇല്ല. അതുകൊണ്ട് ആമൻതു ബികിതാബിക നിന്റെ കിതാബ് കൊണ്ട് ഞാൻ വിശ്വസിച്ചു. അല്ലത് എങ്ങനത്തെ കിതാബാണ്? അൻസൽത ബിനബിയിക നിന്റെ പ്രവാചകന്റെ മേലെ നീ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അല്ലതി അർസൽത അല്ലതി അൻസൽത ബിനബിയിക അല്ലതി അർസൽത നീ അയച്ചതായ പ്രവാചകനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു. അതായത് നിന്റെ കിതാബ് കൊണ്ട്, നീ ഇറക്കിയതായ കിതാബ് കൊണ്ട് ഞാൻ വിശ്വസിച്ചു. നീ അയച്ച പ്രവാചകനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു.
എന്ന് നമ്മൾ ഒന്നോടുകൂടെ ഈ ഒരു ദുആ ചൊല്ലി നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ തീർച്ചയായും അന്ന് ആ രാത്രി മരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈമാൻ പൂർണ്ണമായി ഒരു ഫിത്രത്ത് ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലും മരിക്കുന്നു. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു പ്രാർത്ഥനയാണ് ഇപ്പം ഞാനിപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പകർത്തുക. നിങ്ങൾ പകർത്തുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം അതേ കൂലി ആർക്ക് കിട്ടും? ഇത് പറഞ്ഞു തന്നത് എനിക്കും കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും തൗഫീഖ് നൽകട്ടെ. പഠിച്ചവൻ നമ്മളെ മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. നാളെ അള്ളാഹുവിൻ്റെ ഹിസാബെല്ലാം നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. അർശിനെ തണലിട്ട് കൊടുക്കുന്ന വിഭാഗത്തിൽ റഹ്മാനെ ഞങ്ങളെ ബന്ധപ്പെട്ട ആളുകളെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ്. സ്വർഗത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനേ നാളെ റഹ്മത്തിക്കയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.